നമസ്കാരം. കഴിഞ്ഞ 10 വർഷങ്ങൾ കിട്ടാവുന്നിടത്തോളം സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ച ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് മൂന്നാം തവണയും അധികാരത്തിൽ വരാം, മുഖ്യമന്ത്രിയാകാം, ക്ലിഫ് ഹൗസിൽ വാഴാം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് മൂന്നാം വട്ടം ഭരണം പോയി. UDF അധികാരത്തിൽ വന്നു. പിണറായിക്ക് കടുത്ത വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുവരെ ഏറ്റുവാങ്ങേണ്ടി വന്നൊരവസ്ഥയാണ്. പിണറായിയോട് മാറി നിൽക്കാൻ ഇന്നുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ താഴേക്കിടയിലുള്ള, അതായത് ജില്ലാ തലത്തിലുള്ളവർ പോലും പറയുകയാണ് പിണറായിയെയും ഗോവിന്ദനെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കണം എന്ന്. അപ്പോഴാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തത്. എല്ലാവരുടെയും സംശയം പിണറായി വിജയൻ ഒരു MLA മാത്രമായി നിയമസഭയിൽ വന്നിരിക്കുമോ എന്നുള്ളതായിരുന്നു. തീർച്ചയായും അന്ന് പിണറായി വിജയനെ അറിയാവുന്ന എല്ലാവരും പറഞ്ഞതാണ് പിണറായി വിജയൻ ഒരിക്കലും ഒരു MLA ആയി അവിടെ വന്നിരിക്കില്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം, അത് മാത്രമേ ഉള്ളൂ, ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും എന്നുള്ളതാണ്. അതുതന്നെ സംഭവിച്ചു. കാരണം സുഖസൗകര്യങ്ങളില്ലാതെ പിണറായി വിജയൻ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ക്യാബിനറ്റ് റാങ്കുണ്ട്, ഔദ്യോഗിക വസതിയുണ്ട്, ഔദ്യോഗിക വാഹനമുണ്ട്, 10-35 പേഴ്സണൽ സ്റ്റാഫുകളെ വയ്ക്കാം, നിയമ പരിരക്ഷയുണ്ട്, ഇതൊക്കെ പിണറായി വിജയനുണ്ട്. ഇതൊന്നും കളഞ്ഞു വിളിക്കാൻ എന്തായാലും അദ്ദേഹം തയ്യാറാകില്ല. പക്ഷേ പിണറായി വിജയൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ഇന്നലെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കണമെന്നുള്ള ഒരു തീരുമാനത്തെ തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് ഓൺലൈനായി വീണ്ടും യോഗം ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. പിണറായി വിജയൻ തന്നെ ആ സ്ഥാനത്തിരുന്നോട്ടെ എന്നുള്ളൊരു തീരുമാനമെടുത്തത്. ഇതിൽ 4 പേരുടെ വോട്ടുകളാണ് നിർണായകമായിട്ടുള്ളത്. അതായത് A. വിജയരാഘവൻ, MA ബേബി, MB ഗോവിന്ദൻ, പിണറായി വിജയൻ. ഈ 4 പേരുടെ വോട്ട് കൂടി ഇല്ലാതിരുന്നെങ്കിൽ ഒരിക്കലും പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ കഴിയുമായിരുന്നില്ല. തീരുമാനത്തെ 10 പേരാണ് അനുകൂലിച്ചത്, 7 പേർ പ്രതികൂലിച്ചു. അപ്പോൾ പിണറായി വിജയനെ വേണ്ട, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വേണ്ട എന്നുള്ളതാണ് താഴെ തട്ടിൽ ഉള്ളവർക്ക് പോലും പറയാനുള്ളത്. എന്നിട്ട് പോലും ഇപ്പോൾ പിണറായി വിജയനെ മാറ്റി നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പലരും തയ്യാറല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ പിണറായി വിജയൻ കേരളത്തിലെ നിരത്തുകളിലൂടെ സഞ്ചരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. 140 വാഹനങ്ങളുടെ അകമ്പടിയിൽ, 400 പോലീസുകാരുടെ അകമ്പടിയിലാണ് പിണറായി വിജയൻ സാധാരണക്കാരായ പൊതുജനങ്ങളുടെ ഇടയിലൂടെ, പാവങ്ങളായ ജനങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി നടന്നത്. ആ പത്രാസൊക്കെ കാണിച്ചെന്ന് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടാൽ ഇന്ന് ചിരി വരും. ആ അവസ്ഥയിലാണ് പിണറായി വിജയൻ്റെ ഒരവസ്ഥ. ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ പോലും A. റഹീമാണ് പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നത്. അതെന്തെങ്കിലും കാര്യം കാണാനോ മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കും. എന്തായാലും A. റഹീം അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നുണ്ട്. അതിനുശേഷം പിണറായി വിജയൻ ഇപ്പോൾ കണ്ണൂരേക്ക് മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വാഹനവും മറ്റ് സൗകര്യങ്ങളൊന്നും വേണ്ട, സാധാരണ എങ്ങനെ വേണമെങ്കിലും പോകാം എന്നുള്ളൊരവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. ജില്ലാ നേതൃത്വം ഈ പറയുന്നത് പിണറായി വിജയൻ മാറണമെന്നാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ നേതൃസ്ഥാനത്ത്, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് തുടരണം എന്നുള്ളതാണ്. കാരണം ഇനി കുറച്ചുകൂടി CPM-നെ വെറുപ്പിക്കാനുണ്ട്, ജനങ്ങൾ വെറുക്കാനുണ്ട്. ഈ ഒട്ടും തലയ്ക്ക് വെളിവില്ലാത്ത, അതായത് മൂലമറ്റത്ത് കൊണ്ടുപോയി നേരിട്ട് ഷോക്ക് അടിപ്പിച്ചാൽ പോലും വീണ്ടും വിചാരമുണ്ടാകാത്ത ചില അന്തംഗമികളുണ്ട്. അവരെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ, അതെല്ലാവരെയും മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയില്ല, അതിൽ ചിലരെയെങ്കിലും മാറ്റി ചിന്തിപ്പിക്കാൻ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി 5 കൊല്ലം ഇവിടെ വേണം. 5 കൊല്ലം ഇല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും പിണറായി വിജയൻ വേണം. അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി നമുക്കറിയാം. ഇവിടെ UDF മന്ത്രിസഭയിൽ മിക്കവരും പുതുമുഖങ്ങളാണ്, അവരൊക്കെ യുവാക്കളാണ്, പലരും മധ്യവയസ്കരാണ്. പക്ഷേ പിണറായി വിജയൻ്റെ അത്ര ആരോഗ്യസ്ഥിതി മോശമായ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മാന്യത കരുതിയിട്ടെങ്കിലും മാറി നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ആ സുഖസൗകര്യങ്ങളൊന്നും ത്യജിക്കാൻ അയാൾ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും കടിച്ചു തൂങ്ങി പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വേണം. കാരണം കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു രാജ്യവും രക്ഷപ്പെട്ട ചരിത്രമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം പഠിച്ചവർക്കും അറിയാം, അല്ലെങ്കിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കും അത് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും ഗതി പിടിച്ചിട്ടില്ല. നമ്മുടെ നാട് ഗതി പിടിക്കണമെങ്കിൽ കമ്മ്യൂണിസം ഇവിടെ ഇല്ലാതാകണം. കേരളത്തിൽ 100 കണക്കിന് വ്യവസായ സ്ഥാപനങ്ങളാണ് ചെങ്കോണകം കുത്തി ഈ കമ്മ്യൂണിസ്റ്റുകാർ പൂട്ടിച്ചത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്തരത്തിൽ വ്യവസായശാലകളെയൊന്നും പൂട്ടിച്ചിട്ടില്ല. അവർക്കൊക്കെ അതുകൊണ്ട് കാര്യവുമില്ല. കാരണം എങ്ങനെയെങ്കിലും അവർ യൂണിയൻ പ്രവർത്തനമൊക്കെ നടത്തും. പക്ഷേ വ്യവസായശാലകൾ പൂട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും BJP-ക്കോ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ഒന്നുമില്ല. അത്തരമൊരു ചിന്തയുള്ളത് CPM-കാർക്കാണ്. കാരണം ഒരു തൊഴിൽശാലയുണ്ടെങ്കിൽ അവിടെ കുറേ പേർക്ക് ജോലി കിട്ടും, അവിടെ നിന്ന് ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടും, അവർ സ്ഥിരമായി ജോലിക്ക് പോകും. അങ്ങനെ വരുമ്പോൾ കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും രക്തസാക്ഷിയാകാനും ഒന്നും ആളെ കിട്ടാതെ വരും. കമ്മ്യൂണിസം അവസാനിക്കും. ഇതൊക്കെ നന്നായി അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇത്തരത്തിൽ വലിയ 100 കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന തൊഴിലിടങ്ങളൊക്കെ പൂട്ടിച്ചത്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും എത്ര സ്ഥാപനങ്ങളാണ്, എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും അടക്കം എത്ര സ്ഥാപനങ്ങളാണ് CPM-കാർ പൂട്ടിച്ചത് എന്ന്. അപ്പോൾ അതിനൊരു മാറ്റം വരണം. അതുകൊണ്ട്
അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ ഇവിടെ വേണം, കമ്മ്യൂണിസം ഇനി കുറച്ചുകൂടി അവസാനിക്കാനുണ്ട്, അത് കൂടി അവസാനിപ്പിച്ച് പിണറായി വിജയൻ മടങ്ങിപ്പോകൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് പിണറായി വിജയൻ ഇവിടെ വേണം. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാവരും ഇത് അംഗീകരിക്കണം, സഹകരിക്കണം, വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.